അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അജു എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വാ. ഞാൻ ഇന്ന് മോറാഴേക്ക് പോയിന്ന് എൻ്റെ അമ്മേനെ കാണാൻ. അപ്പോൾ നമുക്ക് എൻ്റെ അമ്മേനെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇതാ അമ്മേൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക് പോകുന്ന റോഡാണ് ഇത്. ഓണപ്പൂ എല്ലാവർക്കും അറിയായിരിക്കും, ഓണക്കാലത്ത് മാത്രം ഉണ്ടാകുന്ന പൂ. ഈ വഴിയെല്ലാം ഇങ്ങനെ അലഞ്ഞ് നടക്കും പണ്ട് ഓണ സമയത്ത്, കുട്ടിക്കാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ. പൂവെല്ലാം പറിച്ച് 10 ദിവസം പൂക്കളെല്ലാം ഇടുന്ന ഓർമ്മ ഇപ്പോഴും ഉണ്ട്. ഈ വഴിയെല്ലാമാണ് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് ഇതെല്ലാം. ഒരുപാട് ആൾക്കാരെല്ലാം ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും കണ്ട് വർത്താനം പറയുന്നുണ്ട്. പക്ഷെ ആരും വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതാ ഇതെൻ്റെ വീട്ടിൻ്റെ നമ്മളെ പറമ്പാണ്, നമ്മളെ വീട്ടിൻ്റെ മുന്നിലുള്ള വയലായതല്ലോ. പിന്നെ സൈഡിൽ ആ വെള്ള കാണുന്നതാണ് എൻ്റെ വീട്. റോഡ് ബാക്കിലേക്ക് കൂടിയ റോഡ്. ഇതിപ്പം നമ്മൾ ഓരോ പറമ്പും കയറി ഇറങ്ങി ഇങ്ങനെ പണ്ട് ചെറുപ്പത്തിൽ പോയ ഓർമ്മ. ഇതൊരു കുഞ്ഞു കുളമാണ് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള തറവാട്ട് കുളം. പിന്നെ ഇതാ എൻ്റെ അമ്മയാണ്. ഞാൻ വരുന്നുണ്ടെന്ന് കണ്ടിട്ട് അറിഞ്ഞിട്ട് നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ എല്ലാ മക്കളും ആദ്യം അമ്മേൻ്റെ അടുത്ത് എത്തിയാൽ എന്താ ചെയ്യുക? അടുക്കളയിലുള്ള പാത്രങ്ങളെല്ലാം തുറന്നു നോക്കും. അമ്മ എന്നാ ഉണ്ടാക്കി വെച്ചതെന്ന് നോക്കാൻ. ഞാനും അതുതന്നെയാണ് ചെയ്യുന്നത്. ഇത്രയും പ്രായമായിട്ടും എൻ്റെ അമ്മ ഇതെല്ലാം സന്തോഷത്തോടെ ചെയ്യും. വർത്താനം കേട്ടാൽ വിചാരിക്കും കുറേ വർഷമായി കണ്ടിട്ട്. ഇന്നലെയും മിഞ്ഞാന്നും കൂടി കണ്ടതേ ഉള്ളൂ നമ്മൾ. അപ്പം അമ്മക്ക് കുറച്ച് ചെമ്മീനും വാങ്ങിയിട്ടാണ് ഞാൻ വന്നത്. ഇത് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ. എല്ലാ കറിയൊന്നും കൂട്ടൂല. അപ്പോൾ വേഗം അതെല്ലാം ആക്കി കൊടുത്തു ഞാൻ. അങ്ങനെ അമ്മ എനിക്ക് ചോറ് വിളമ്പുന്നു. എന്താ സന്തോഷം. സാധാരണ അമ്മ ഒറ്റയ്ക്കാണ് ചോറ് തിന്നുക ഉച്ചയ്ക്ക്. അതുകൊണ്ട് ചോറൊന്നും തിന്നാൻ പറ്റൂല എന്ന് പറയും ഒറ്റയ്ക്കായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഴ്ചയ്ക്ക് 2-3 പ്രാവശ്യമെല്ലാം ഇങ്ങോട്ടേക്ക് വരും. എനിക്കൊരു ഏച്ചി മാത്രമേ ഉള്ളൂ. ഏച്ചി ജോലിക്ക് പോവും. ഏച്ചിക്കൊരു മോനേ ഉള്ളൂ. മോനും ജോലിക്ക് പോവും. അപ്പോൾ അമ്മ പകൽ ഒറ്റയ്ക്കാണ്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോടി വരുന്നത്. അങ്ങനെ ഞാനും അമ്മയും കഥയെല്ലാം പറഞ്ഞ് ചോറെല്ലാം തിന്നുമ്പോഴത്തേക്ക് ഇത് അടുത്ത സാധനം വന്നു. നല്ല ചക്കയപ്പവും ചക്ക വരട്ടിയതും. അപ്പോൾ ഇതെല്ലാം തിന്നിട്ട് ഞാൻ എൻ്റെ അമ്മയായിട്ടൊന്ന് വർത്തമാനം പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം.